ഹലോ ഹായ്. കൊന്നാലും ചത്താലും കുറ്റം ചുമത്തിയവരൊക്കെ പുറത്ത് സുഖജീവിതം, കുറ്റബോധം പോലുമില്ല, നിയമങ്ങൾ അവർക്ക് സപ്പോർട്ട്. ഇവിടുത്തെ നിയമങ്ങൾ മാറാതെ ഒരു പെണ്ണിനും നീതി കിട്ടില്ല. എല്ലാവരെയും സംരക്ഷിച്ച് ഞങ്ങളെപ്പോലുള്ളവരെ കൊലയ്ക്ക് കൊടുക്കുന്ന നിയമമാണ് ഇവിടുത്തേത്. ഇത് മറ്റാരും പറഞ്ഞതല്ല. ദേഹത്തോട് കുഞ്ഞിനെ കെട്ടിവെച്ച് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത റീമയുടെ ആത്മഹത്യാ കുറിപ്പിലെ ചില വരികളാണിത്. ഞാൻ ചില വരികൾ മാത്രമേ, നിയമവുമായിട്ട് ബന്ധപ്പെട്ട വരികൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. കാരണം ഞാനൊരു നിയമജ്ഞയാണ്, ഞാനൊരു അഡ്വക്കേറ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുക്കാൻ കാര്യം. ഈ ഒരു കാര്യം വായിക്കുമ്പോൾ നമുക്ക് എന്താണ് സ്വയം തോന്നുന്നത്? സംരക്ഷിക്കേണ്ടവര് സംരക്ഷിക്കുന്നില്ല. സംരക്ഷിക്കേണ്ടവരാരാണ്? നമ്മുടെ രാജ്യത്തെ നിയമമാണ്. അത് പെണ്ണിനെയായാലും ആണിനെയായാലും ഏതെങ്കിലും മനുഷ്യർ അവർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഉപദ്രവങ്ങൾ നേരിട്ടാൽ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിയമമാണ്. ആ നിയമം സംരക്ഷിക്കാതെ വരുമ്പോൾ അവസാന ആണിയാണ് നമ്മുടെ നിയമം, അല്ലെ? അവസാനത്തെ ആണിക്കല്ലാണ് നമുക്ക് നിയമം എന്ന് പറയുന്നത്. ആ നിയമത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മളെ സംരക്ഷിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ് ആ കുട്ടി ഈ ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുന്നേ എഴുതി വെച്ച ഈ പ്രസക്ത ഭാഗങ്ങൾ. ആ ഒരു അവസ്ഥയൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എല്ലായിടത്തും പോയി തട്ടി മുട്ടി, എന്നിട്ട് പോലും നമുക്ക് അവസാനം നമുക്ക് ആ ഒരു ആ ഒരു നിയമത്തിന്റെ സംരക്ഷണം അവസാനമായിരിക്കും എല്ലാവരും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാനൊരു പുരുഷ വിരോധിയാണെന്ന് കരുതരുത്. പുരുഷനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും അല്ലെങ്കിൽ അതുപോലെ അർഹിക്കുന്ന പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ ഞാനിത് പറയുന്നത്, എപ്പോഴും പുരുഷന്മാരുടെ ഇടയിലും പീഡനം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ പീഡനം ഒരു വശത്താണ്. പക്ഷെ എപ്പോഴും ഒരു പടി മുന്നിൽ സ്ത്രീകൾ തന്നെയാണ് പീഡനം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രസക്ത ഭാവങ്ങളോട് കണ്ടപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഞാനൊരു പുരുഷ വിരോധിയാണെന്ന് വിചാരിക്കേണ്ട, ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട. സ്ത്രീകൾക്കും പുരുഷനും തുല്യ പരിഗണനയും സ്നേഹവും എല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ ഈ നിയമപരമായിട്ട് ഈ കുട്ടി എഴുതിയപ്പോൾ നിയമത്തിലുള്ള അതിന്റെ വിശ്വാസം, അതിന് അവസാനമായിട്ട് അത് ആശ്രയിച്ച് അതിന്റെ ആ നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ, ഒരു നിയമം പഠിച്ച ഒരു ബിരുദാനന്തര നിയമം അറിയാവുന്ന അല്ലെങ്കിൽ പഠിച്ച റാങ്ക് വാങ്ങിച്ചിറങ്ങിയ ഒരു വക്കീലായിട്ട് 11 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. അത് പറഞ്ഞത് കറക്റ്റാണ്. കറക്റ്റ് അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കുടുംബ കോടതിയിൽ